എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ തന്നെ ഞാൻ ഇതാ നോക്കുമ്പോഴേക്ക് ആകാശമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള ആ ഒരു കാലാവസ്ഥയാണേ. അപ്പം എന്തായാലും പെരുന്നാളിന് മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം ആരൊക്കെ എല്ലായിടവും ക്ലീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിലൊക്കെ അത് എനിക്ക് എന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം ഇതുപോലെ ഉള്ളിടത്തൊക്കെ നമ്മൾ വിചാരിക്കും പൊടി ഉണ്ടാവത്തില്ലെന്നേ, പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് അവിടെ പൊടി കാണും. കാറ്റൊക്കെ അടിക്കുമ്പോഴേക്ക് എന്തായാലും പുറത്തുനിന്നുള്ള പൊടി അടിച്ചു കയറും കേട്ടോ. അപ്പം ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം തന്നെയാണ്. അപ്പം ഇതുപോലെയുള്ള ജോലികളൊക്കെ ഈ സമയത്തൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ അധിക തിരക്കിലേക്കൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഈ ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിലും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ സനക്കുട്ടി ഇതാ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ അവിടെ പിടിക്കുമ്പോൾ ഗ്ലാസ് അല്ലേ ഇങ്ങനെ കാണും കേട്ടോ, കൈപ്പാദങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഈ മിററും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതുന്നു. ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ നേരത്തെയൊക്കെ ഇതുപോലെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതിയല്ലോ. പെരുന്നാളിന് ഒരു 2-3 ദിവസം മുൻപ് തന്നെ നമ്മൾ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഓരോ ജോലികൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ജോലികൾ ഒതുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം തുടച്ച് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ഈ കുഷ്യൻസിൻ്റെ കവറുകളെല്ലാം ഒന്ന് മാറ്റാമെന്ന്. എനിക്കിങ്ങനെ ഈ പെരുന്നാളൊക്കെ വരുമ്പം ഇതൊക്കെ മാറ്റി എല്ലാം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കവറൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഫീൽ ആ ദിവസം ആകുമ്പോഴേക്ക് കിട്ടും. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് കവറെല്ലാം ചേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത്താക്ക് ഇത്രയേറെ കുഷ്യൻ്റെ ഉണ്ടോയെന്ന്. അപ്പോൾ നോക്കുമ്പോൾ മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ, എങ്ങനെയാണ്? ഇവിടെ ഇപ്പം ഇന്നലെ നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആവുമ്പം എങ്ങനെയാണോ ആവോ. അപ്പോൾ അതേ സനക്കുട്ടി ഉറങ്ങി എഴുന്നേറ്റ് വന്ന് അവളും കുഷനൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. എന്തായാലും ഞാൻ കവറെല്ലാം ചേഞ്ച് ആക്കി കേട്ടോ. അപ്പം തന്നെ ഭയങ്കര ഒരു സമാധാനം. ഇവിടെ എല്ലാം പൊടി തട്ടി എല്ലാം ചേഞ്ച് ആക്കി വന്നപ്പോഴേക്കാണ് കേട്ടോ. സനക്കുട്ടി അങ്ങനെ അവിടെ കയറി അങ്ങ് ഇരിക്കണേ. അപ്പം ഈ തുണികളെല്ലാം ഇപ്പം ഈ കവർ ഊരിയതെല്ലാം ഇനി വാഷ് ചെയ്യാണ്ടാണേ. പിന്നെ നെസ്റ്റേഷ്യയിൽ നിന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇവരുടെ പാക്കിംഗ് പിന്നെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കാരണം നല്ല സേഫായിട്ടാണ് ഇവർ ഓരോ പ്രൊഡക്ട്സും പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. ഇനിയിപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാമേ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിൽ വന്നിട്ട് ഗ്രൂവോ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൻ്റെ സെറ്റാണ് കേട്ടോ. 5 എണ്ണമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിന് മുൻപും എൻ്റെ കയ്യിൽ ഈ ഒരു ഗ്രൂവോയുടെ സെറ്റ് ഉണ്ട്. അപ്പം എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഇത് ഓർഡർ ആക്കിയത്. അപ്പം നമുക്കിത് ഫുഡ് സ്റ്റോറേജ് ചെയ്ത് വെക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പല സൈസിലാണ് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീല് ഡബിൾ വാൾഡ് കാസറോൾ ആണ് കേട്ടോ. നല്ല പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡിയാണ് ഇതിന്. ഇത് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്യൂറബിൾ ഡിസൈനിലുള്ളതാണേ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പനീർ മേക്കറാണ് ഇത്. അതിൻ്റെ മോൾഡും പ്രസ്സും ഉണ്ട്. അതായത് നമുക്ക് ഇതിൽ പനീർ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ഹണികോംബ് ഫ്രൈ പാൻ വിത്ത് ലിഡാണ്. ഇതൊന്ന് 2000 ml നോൺ സ്റ്റിക്ക് ട്രൈപ്ലൈ ഇൻഡക്ഷൻ സേഫ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിന് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂട് നമ്മുടെ കയ്യിലേക്ക് പിടിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ലിഡ് വേണ്ട നല്ല സേഫ് ആയിട്ടുള്ള ഒരു ലിഡ് തന്നെയാണ്. അപ്പം ഇത് അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ബേസ് കണ്ടോ, നല്ല പരന്ന ബേസാണ്. കുക്ക് ചെയ്തെടുക്കാനും നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഹണികോം നോൺ സ്റ്റിക്ക് ഇൻഡക്ഷൻ ട്രൈപ്ലൈ കടായി വിത്ത് ലിഡാണ് കേട്ടോ. 3500 ml അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഇതാ കണ്ട ട്രൈപ്ലൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അതായത് അടുക്കി പിടിക്കാതെ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പം ഇത് നമ്മൾ നേരത്തെ കാണിച്ച പാൻ്റെ അതേപോലത്തെ ലിഡ് തന്നെയാണ്. എന്തായാലും ഞാൻ ഇതും കുക്ക് ചെയ്യുന്ന സമയം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ.
ശരിക്കും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് എനിക്ക് ഇപ്പോൾ വന്നതേ. അപ്പം ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ എടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്ക് പാല് നമുക്ക് വേറിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളുടെ പനീർ മേക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പനീർ മേക്കറിലേക്ക് നമുക്ക് ഈ പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല ഈസി മോൾഡാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പനീർ റെഡി ആയാലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒഴിച്ച ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിന് മീതെ വെച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് തണുത്ത ശേഷം എടുക്കുമ്പോൾ കറക്റ്റ് പനീർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനിടയിൽ അത്യാവശ്യം നല്ലതുപോലെ മഴ വെളിയിൽ പെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പോവുകയെ. ഇപ്പം നമ്മളുടെ ഈ കണ്ടെയ്നേഴ്സിലാണ് ഞാൻ വെജിറ്റബിളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്ത് വയ്ക്കാനും എളുപ്പമാണിത്. കാരണം കുറഞ്ഞ സ്ഥലത്തിൽ തന്നെ കൂടുതൽ സാധനങ്ങൾ നമുക്കിതാ ഇതുപോലെ കണ്ടെയ്നേഴ്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് പാത്രം എടുത്ത് എന്താണെന്ന് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിതാ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് സാധനമാണ് നമ്മൾ ഈ കണ്ടെയ്നറിൽ വച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. ഇത് വന്ന് ഗ്രൂവർ ഡിസൈനും കൂടെ അല്ലേ. അപ്പം നമ്മളുടെ ഹണികോം കടായി ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശരിക്ക് വ്യത്യസ്തമായിട്ടുള്ള 2 ഡിഷസാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് വളരെ പൊടിയായിട്ട് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനുള്ളത് കേട്ടോ. ഇത് ടോക്സിൻ ഫ്രീ ആണ്, നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ് കേട്ടോ. ഹെക്സഗണൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ചൂട് എല്ലായിടത്തും ഒരുപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനിയിപ്പം കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കസൂരി മേത്തിയും മീറ്റ് മസാലയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഷ്രെഡ് ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ കാണിച്ച കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. ഇത് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് മാറ്റിയിട്ട് ഇതാ കണ്ട മസാലയും ആ ഫ്രഷ് ക്രീമും എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു കണ്ടെയ്നേഴ്സിൽ നമുക്ക് പാസ്ത നേരത്തെ തന്നെ വേവിച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മസാല മാത്രം തയ്യാറാക്കിയാൽ ഈ പാസ്ത എടുത്തിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണേ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് പരുവത്തിനാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ചൂട് എല്ലായിടത്തും ഒരുപോലെ കിട്ടുന്നുണ്ട്. നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ നമ്മളുടെ കാസറോളിലേക്ക് മാറ്റാണേ. ഇത് ഡബിൾ വാൾഡ് കാസറോളാണ്. അപ്പം ചൂട് നല്ലതുപോലെ നിൽക്കും. പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡിയാണ് കേട്ടോ. നല്ല ഡ്യൂറബിൾ ഡിസൈനാണ് ഇതിനുള്ളത്. അടുത്ത് ഞാൻ നമ്മുടെ ഹണികോം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ബട്ടർ ഒഴിച്ച ശേഷം പൈനാപ്പിൾ ക്രഷ് ചെയ്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു ഡെസേർട്ട് തന്നെയാണ്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ടോക്സിൻ ഫ്രീ ആണ്, നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിക്ക് പിടിക്ക് ഒന്നും ചെയ്യത്തില്ല. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതിൽ കുറവോ കൂടുതലോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ബേസ് പരന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും മൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡിലുണ്ടല്ലോ, അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്, ചൂട് പിടിക്കത്തേ ഇല്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രഷ് ക്രീമും ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പുഡിങ്ങാണ്. അപ്പം നിങ്ങൾ ഈ 2 പുഡിങ്ങും അതുപോലെ തന്നെ പാസ്തയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം. അതൊന്ന് തണുത്ത ശേഷം ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി കണ്ടോ, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തണുത്ത് വന്ന ശേഷമാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ തന്നെ ജെല്ലി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഞാൻ ജെല്ലി ഉണ്ടാക്കേണ്ട വിധം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിൾ ഇതിന് മീതെ വിതറിയും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത്. ഇന്ന് കാണിച്ച ഈ പാത്രങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ.